ആദായ നികുതി ഇല്ല എന്ന വലിയ ആകർഷണം കൊണ്ടാണ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകാരെയും തൊഴിലാളികളെയും പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികളെ തങ്ങളിലേക്ക് ആകർഷിച്ചത്. യൂറോപ്പും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും വരുമാനത്തിന് നികുതി ചുമത്തുമ്പോൾ ഗൾഫിൽ ലഭിക്കുന്ന ശമ്പളവും മറ്റു വരുമാനങ്ങളും പൂർണ്ണമായും കയ്യിൽ കിട്ടുകയും സ്വന്തം നാട്ടിലേക്ക് അയക്കുകയും ചെയ്യാമായിരുന്നു. ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നുമുള്ള നിരവധി വ്യവസായികൾ ദുബായ് ഉൾപ്പെടെയുള്ള GCC നഗരങ്ങളിലേക്ക് താമസം മാറ്റിയതിനു പിന്നിലും ഈ സാമ്പത്തിക നേട്ടം ഒരു പ്രധാന കാരണമായിരുന്നു. എന്നാൽ ഈ പതിവ് സൗജന്യം അധികകാലം നിലനിൽക്കില്ല എന്നാണ് സാമ്പത്തിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. GCCയിലെ 6 രാജ്യങ്ങളിൽ ആദ്യമായി ഒമാൻ ആദായ നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ഈ മാറ്റത്തിനുള്ള സൂചന നൽകുന്നു. ഇത് സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ മറ്റ് GCC രാജ്യങ്ങളും സമാനമായ പാത പിന്തുടരുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. GCC രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ പരമ്പരാഗതമായി ക്രൂഡ് ഓയിൽ, വാതക കയറ്റുമതി എന്നിവയിൽ നിന്നുള്ള വരുമാനത്തെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഈ ഏക ആശ്രയം ദീർഘകാലത്തേക്ക് നിലനിൽക്കില്ല എന്ന് ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ടൂറിസം, വ്യവസായം, വ്യാപാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇതിനു പുറമെ ആദായ നികുതി പോലുള്ള പുതിയ വരുമാന മാർഗങ്ങൾ നടപ്പാക്കാനുള്ള സാധ്യതയും ഇപ്പോൾ വ്യക്തമായി വരുന്നുണ്ട്. ഒമാൻ ഒഴികെയുള്ള മറ്റ് GCC രാജ്യങ്ങൾ ഇതുവരെ ആദായ നികുതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. എന്നിരുന്നാലും ഈ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഓക്സ്ഫോർഡ് എക്കണോമിക്സ് മിഡിൽ ഈസ്റ്റ് MD സ്കോട്ട് ലിവർമോർ പറയുന്നതനുസരിച്ച് ഒമാൻ മറ്റ് രാജ്യങ്ങൾക്ക് ഒരു റോഡ് മാപ്പ് നൽകിയിരിക്കുകയാണ്. ഈ നീക്കം നിരീക്ഷിച്ച് മറ്റ് രാജ്യങ്ങളും ഇത് നടപ്പാക്കിയേക്കാം. തമീരി ആൻഡ് കമ്പനിയുടെ റേച്ചൽ ഫോക്സ് പറയുന്നത് മറ്റ് GCC രാജ്യങ്ങളും ആദായ നികുതി നടപ്പാക്കുമോ എന്നറിയാൻ കാത്തിരിക്കണമെന്നാണ്. ഒമാൻ വിഷൻ 2040 എന്ന ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നികുതി പരിഷ്കരണം നടപ്പാക്കുന്നത്. 2028 മുതൽ ആദായ നികുതി നിലവിൽ വരും. വാർഷിക വരുമാനം 42,000 ഒമാനി റിയൽ, ഏകദേശം 90 ലക്ഷം ഇന്ത്യൻ രൂപ കടക്കുന്നവരിൽ നിന്ന് 5% നികുതി പിരിക്കാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ ഉയർന്ന വരുമാനം ഉള്ളവരെ മാത്രമാണ് ഇത് ബാധിക്കുക എന്ന് വ്യക്തമാണ്. ഒമാൻ നടപ്പാക്കുന്ന ഈ ആദായ നികുതി സമ്പ്രദായം മറ്റ് GCC രാജ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നത് ഉറപ്പാണ്. ആദ്യഘട്ടം വിജയകരമായാൽ കൂടുതൽ വരുമാനം കണ്ടെത്താനായി ആദായ നികുതിയുടെ പരിധി മാറ്റാനും നികുതി നിരക്കിൽ വ്യത്യാസം വരുത്താനുമുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. സ്വദേശിവൽക്കരണം നടപ്പാക്കിയതുപോലെ കൂടുതൽ രാജ്യങ്ങളും കൂടുതൽ മേഖലകളും ആദായ നികുതിയുടെ പരിധിയിലേക്ക് വന്നേക്കാം. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സാമ്പത്തിക ആസൂത്രണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇനി നികുതിയായി നൽകേണ്ടി വരുമ്പോൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലായതുകൊണ്ട് ആദായ നികുതി പോലുള്ള പുതിയ വരുമാന മാർഗങ്ങൾ ഭാവിയിൽ സാധാരണമായേക്കാം. ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക വിവരങ്ങളും പ്രഖ്യാപനങ്ങളും പ്രവാസികൾക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം ആഗോള കൺസൾട്ടൻസി സ്ഥാപനമായ ഹെല്ലി ആൻഡ് പാർട്ട്നേഴ്സിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2025 കുറഞ്ഞത് 1,42,000 കോടീശ്വരന്മാരെങ്കിലും പുതിയ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ സാധ്യതയുണ്ട് എന്നാണ്. $1 മില്യൺ കൂടുതൽ ആസ്തിയുള്ള വ്യക്തികളുടെ എണ്ണം 2026 1,65,000 ഉയരുമെന്നും ഹെല്ലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് 2025 വ്യക്തമാക്കുന്നു. ഈ പ്രവണത ആഗോള സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരെയും കോടീശ്വരന്മാരെയും ആകർഷിക്കുന്ന രാജ്യമായി ഈ വർഷവും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതിന്റെ സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ്. 2025 ഏകദേശം 9,800 പുതിയ കോടീശ്വരന്മാർക്ക് UAE റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ 6,700-നേക്കാൾ വലിയ വർധനവാണ്. രാജ്യത്തിന്റെ സ്വാഗതാർഹമായ കുടിയേറ്റ നയം, 0 വരുമാന നികുതി, ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, രാഷ്ട്രീയ സ്ഥിരത എന്നിവയെല്ലാം UAE അതിസമ്പന്നർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. UAEയുടെ ഗോൾഡൻ വിസ പ്രോഗ്രാം 5 അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നിയമസാധുതയുള്ള ദീർഘകാല പുതുക്കാവുന്ന റെസിഡൻസി വിസ വാഗ്ദാനം ചെയ്യുന്നത് ബിസിനസ്സുകാരുടെയും കോടീശ്വരന്മാരുടെയും ഇഷ്ടരാജ്യമായി UAE നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ വർഷം കോടീശ്വരന്മാരുടെ വരവിൽ അമേരിക്ക 2ാം സ്ഥാനത്താണ്. ഏകദേശം 7,500 പുതിയ കോടീശ്വരന്മാരാണ് അമേരിക്കയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും EB-5 ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം വഴിയാണ് ഈ ഒഴുക്ക്. ഈ പ്രോഗ്രാം ലക്ഷക്കണക്കിന് അമേരിക്കൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം $50 ബില്യൺ വിദേശ നിക്ഷേപവും രാജ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇറ്റലി 3ാം സ്ഥാനത്തും സ്വിറ്റ്സർലൻഡ് 4ാം സ്ഥാനത്തും എത്തി.
സൗദി അറേബ്യ 5-ാം സ്ഥാനത്താണ്. 2025-ൽ 2400-ലധികം കോടീശ്വരന്മാർ സൗദിയെ തേടിയെത്തും. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8 മടങ്ങ് വർധനവാണ്. മറുവശത്ത് ചില പ്രമുഖ രാജ്യങ്ങളിൽ നിന്ന് കോടീശ്വരന്മാർ കൂട്ടത്തോടെ കുടിയേറുന്ന ഒരു പ്രവണതയും കാണാം. ബ്രിട്ടനാണ് ഈ പട്ടികയിൽ മുന്നിലുള്ളത്. 2025-ൽ 16,500 അതിസമ്പന്നരാണ് ബ്രിട്ടൻ വിടുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു.